ഗൈസ് ഇവിടെ നല്ല അടിപൊളി വെയിലാണ്, ഉച്ചയിലാണ് വെയിലടിക്കുന്നത്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. സോ വെയിലൊന്നൊരു പ്രശ്നമാക്കുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെയിലുണ്ട് ഇവിടെ. തുറക്കാൻ പറ്റാത്തറ എന്തായാലും നമുക്ക് ചെയ്യാം. തുറക്കാൻ പറ്റാത്തറ തുറക്കാൻ നമ്മൾ പറ്റാത്തെന്ന് മീൻസ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ആ അറ തുറക്കാൻ. മീൻസ് അത് മേ ബി ഡേഞ്ചർ ആയിരിക്കാം, നമുക്ക് ചിലപ്പോൾ തുറന്നാൽ നമുക്ക് പേടിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായിരിക്കും അത് നമുക്ക് ആഗ്രഹമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് തുറക്കാൻ നമ്മളാരും ആഗ്രഹിക്കാത്ത അറ, അല്ലെങ്കിൽ പോകാൻ നമ്മളാരും ആഗ്രഹിക്കാത്ത ഒരു അറയുണ്ട്. അതായത് ഒന്നുമില്ല, ആർക്കും ഇഷ്ടമല്ലാത്ത പണം. ആർക്കും ഇഷ്ടമല്ലാത്ത പണം. ആർക്കും ഇഷ്ടമല്ല പണം. ആർക്കും ഇഷ്ടമല്ല, അറിയാമോ? ആർക്കും ഇഷ്ടമല്ല പണം. ആർക്കും ചേട്ടനും ഇഷ്ടമല്ല, കുട്ടിക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല പണം. എന്നാ പണം? ഒരു പണം അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ചിന്തിച്ച് നോക്ക്. ആർക്കും ഇഷ്ടമല്ലാത്ത പണം. ഓക്കെ, പറഞ്ഞത്ര ശരി കേട്ടോ. താങ്ക് യു. ഹായ് ബ്രോ. ഹായ്. എൻ്റെ പേരെന്തായിരുന്നു? യദു. ഓക്കെ. യദു, അതായത് ഒരു ചെറിയ കടങ്കഥയാണേ. അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല. അതിൽ ഗേൾസും ബോയ്സും അല്ല ഒരുപോലെ ഉപയോഗിക്കുന്ന ആ മാല. അതൊരു കടങ്കഥയാണ്. അത് തീർച്ചയായിട്ടും ക്വസ്റ്റിനുള്ള കടങ്കഥയാണ്. ഫൺ ക്വസ്റ്റ്യൻ. തിരമാല ഉപയോഗിക്കില്ലല്ലോ. ഗേൾസും ബോയ്സും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല. ഗേൾസും ബോയ്സും ഒരുപോലെ ഉപയോഗിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊരു എന്താ പറയുക, അത് നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മലയാളമൊക്കെ വായിക്കാൻ പറ്റത്തുള്ളൂ. അക്ഷരമാല. ഹലോ ചേട്ടാ, എൻ്റെ പേരെന്നായിരുന്നു? ഷംസീർ. ഓക്കെ, ഷംസീർക്ക, അതായത് ഒരു ചെറിയ കടങ്കഥയാണ്. അപ്പം ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം, അതെന്താണ്? കടങ്കഥയാണ്. ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം. ആർക്കും ഇഷ്ടമല്ല, അത് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് അക്ഷരങ്ങളൊക്കെ ഉള്ളൂ. ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം. ഉപദേശമാണോ? അതായത് നമുക്ക് തുറക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു അറയുണ്ട്. നമുക്ക് ആ അറ തുറക്കാൻ ആഗ്രഹമില്ല. ഒരു കടങ്കഥയാണ്. അത് ഏത് അറയായിരിക്കും? നമുക്ക് തുറക്കാൻ ആഗ്രഹമില്ലാത്തൊരു അറ. മേ ബി അത് ഒരു ഡേഞ്ചർ ആയിരിക്കും, നമുക്ക് പേടിയുണ്ടാവും ആ അറ. കല്ലറ. ഉത്തരം ശരി കേട്ടോ. പേടിയാണോ? ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സംഭവം. ഓക്കെ, ഞാനെന്തായിരുന്നു? ജിജി. ഓക്കെ.